സംസ്ഥാനം ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ലോക്ക്ഡൌൺ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിപ്രധാനമായ നടപടിയാണ്, അഭൂതപൂർവമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 25 പേർക്ക് കൂടി കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 19 പേരും കാസർഗോഡാണ്. കണ്ണൂരിൽ 5ഉം എറണാകുളത്ത് 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 64,320 പേർ കേരളത്തിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. 383 പേർ ആശുപത്രിയിലാണ്. പൊതുഗതാഗതം നിർത്തും. ലോക്ക്ഡൌൺ ആണ്, ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ്. പൊതുഗതാഗതം നിർത്തും, അതിർത്തികൾ അടയ്ക്കും. അവശ്യ സാധനങ്ങൾ 25 പേർക്ക് കൂടി കേരളത്തിൽ സ്ഥിരീകരിച്ചു. പ്രധാനമായും എന്തുകൊണ്ടാണ് രാജ്യം ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളത് പ്രധാനമന്ത്രി അക്കമിട്ട് നിരത്തിയ ശേഷമാണ് ആ കാര്യത്തിലേക്ക് തന്നെ അദ്ദേഹം കടന്നത്. സംസ്ഥാനത്തെ SSLC, +2 അടക്കം എല്ലാ പരീക്ഷകളും മാറ്റി. 8, 9 ക്ലാസുകളിലെ ബാക്കി പരീക്ഷകൾ ഉപേക്ഷിച്ചു. സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചു. COVID-19 പുറത്തുവരുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പരീക്ഷകൾ മാറ്റിവെക്കാനുള്ള നിർണായക തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ 16-ാം തീയതി വരെ നീട്ടി എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. 16 വരെ ലോക്ക്ഡൌൺ ഈ സ്വഭാവത്തിൽ ഈ നിയന്ത്രണങ്ങളോടെ തുടരാനുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. Always cover mouth with handkerchief or tissue while coughing and sneezing. Wash your hands with soap frequently. Avoid touching your eyes, nose and mouth. എടി, ഇത് ഒരാഴ്ച കൊണ്ട് വൈനാവാനുള്ള വല്ല ടെക്നിക് ഉണ്ടോ? ലോക്ക്ഡൌൺ കഴിയുമ്പോഴത്തേന് ശരിയാവുന്നേ. ഇതെന്നാ ചക്കക്കുരു ഷേക്കാ. തന്നെ എങ്ങനെയുണ്ട്? ചക്കക്കുരു ലേശം കൂടി പോയാ? ഇത് പിടിച്ചേ. ഹലോ ജസമാഷേ. സാറേ, നമ്മുടെ ഈ 10Bയിലെ വിഭീഷിന്റെ വീട് എവിടെയാണെന്നറിയോ? എന്നതാ മാഷേ? അല്ല, ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നേ. അതിനെന്നാ, നോക്കാമല്ലോ. ശരി. ആരാ? ഹെൽത്തിന്നാണോ? അല്ലല്ല, സ്കൂളിൽ നിന്നാ. വിഭീഷിന്റെ വീടല്ലേ? വിഭീഷേ, നിന്റെ മാഷ് വന്നിരിക്കുന്നു. വിഭീഷ, എടാ ജസി മാഷ. മാഷിങ് വന്നേ. എടാ, നിന്റെ ഫോണിനത് പറ്റി? സീന മാഷെ, കേടായിപ്പോയി. ഒന്ന് PUBG കളിക്കാൻ വരെ അമ്മയുടെ ഫോണാണ് ഇപ്പോൾ എടുക്കുന്നത്. എന്താ മാഷെ? എടാ അതെ, മറ്റേ മാഷെ സാമൂഹിക അകലം. എടാ, ഞാൻ മറ്റേ നമ്മുടെ ഷോർട്ട് ഫിലിമില്ലേ, അപ്പോൾ അതിൻ്റെ. ഓ, അതായിരുന്നു. ബുദ്ധിമുട്ടാ മാഷെ. ഈ സിനിമാ വ്യവസായമൊക്കെ ഇപ്പോൾ പ്രതിസന്ധിയിലാണല്ലോ. അതിൻ്റെ ഇടയിൽ ഈ ഷൂട്ട് പെർമിഷനൊക്കെ ഇനി എന്നാവോ? ഞാനാണെങ്കിൽ ആ പൈസ എടുത്ത് ക്യാമറയ്ക്ക് അഡ്വാൻസും കൊടുത്ത്. അത് കുഴപ്പമില്ല. എടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ ഗറില്ല ഷൂട്ട് പരിപാടി വിളിച്ചൂടെ? മാഷെ, നമുക്ക് ജീവനല്ലേ വലുത്. ശരി മാഷെ, അമ്മ വിളിക്കുന്നുണ്ട്, പൊക്കോട്ടെ. കാണാട്ടാ. ശരി. പെയ്ത് നന്നായി, തണുത്ത് കിട്ടിയല്ല. ഷോർട്ട് ഫിലിമൊക്കെ നടക്കൂടാ. മഞ്ജു പറഞ്ഞായിരുന്നു, പോക്കറ്റിൽ നിന്ന് ഇടയ്ക്ക് സിനിമ ടിക്കറ്റ് കിട്ടുമ്പോഴും
വല്ലപ്പോഴൊക്കെ നിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കാണുമ്പോഴൊക്കെ ഇത്രയും കല്ലിച്ചൊരാഗ്രഹമാണെന്ന് ഞാൻ കരുതിയില്ല. നിനക്കൊന്ന് തുറന്നു പറയാൻ മേലായിരുന്നോടാ. അത്രക്ക് സ്വാർത്ഥനായ അപ്പനൊന്നും അല്ലടാ. അപ്പനത് വിഷമമെന്ന് കരുതി. ഇച്ചിരി വിഷമമായാണ് എന്നടാ പോവേ. നമ്മളൊക്കെ സ്പോർട്സുകാരാ. ഇഷ്ടമുള്ളതിന് പുറകെ ഓടുമ്പോൾ അഡൽസ് കാണും. അത് സ്വന്തം വീട്ടിലായാലും ചാടി കിടന്നേ പറ്റൂ. അപ്പന് മനസ്സിലാവൂടാ. മക്കൾ അപ്പനമ്മമാരെ മനസ്സിലാക്കുന്നത് പുണ്യമാണെങ്കിൽ അപ്പനമ്മമാരെ മക്കളെ മനസ്സിലാക്കാതിരിക്കുന്നത് പാപമാണ്. ഇനി നമുക്ക് ആനൊന്ന് നോക്കിയാലോ? ഇനിയത്തെ കാര്യമൊക്കെ ആർക്കറിയാപ്പാ? ജെസ്സിയെ, കള്ളി മാറാൻ അവസാനത്തെ 5 സെക്കൻഡ് മതി. അത് കഴിഞ്ഞേ തോൽവി ഉറപ്പിക്കാം. ഞാനേ ഇഡ്ഡലിക്കുള്ള അരി ഉഴുന്നും വെള്ളത്തിലിട്ടെ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഹലോ മാഷേ. ജെസ്സി മാഷേ, ഇന്നലെ വിളിച്ചു പറയാൻ പറ്റിയില്ല. വിക്ടേഴ്സ് ചാനൽ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. മാഷ് അറിഞ്ഞാണല്ലോ. എത്രയെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് എടുക്കാതിരിക്കാം മാഷേ. അപ്പം അതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ മാഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ്. അപ്പോൾ മാഷ് പോർഷനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നോക്കി വെച്ചു. ഓക്കെ മാഷേ. ഓക്കെ. അങ്ങനെയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഉണ്ടാവണത്. ഇത് ശരിയാവില്ലല്ലോ മാഷേ. ഇപ്പൊ ശരിയായിക്കോളാം ഞാൻ. ഇതിപ്പോ എത്രാമത്തെ ടേക്കാണ് മാഷേ? സാറേ, എറിയാനായിട്ടൊരു ചോക്ക് തരാമോ? ചൂരില് പോരെ, ഇനി ചോക്കും വേണം. മുമ്പിൽ പിള്ളേരില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ സാറ് ചെന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. ഇതുണ്ട് സാറേ, ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയാണ്. ഇതാണ് ഇവിടുത്തെ പിള്ളേർ പഠിക്കണത്. ഗണേശേട്ടാ, ഇതൊന്നും അരിവർക്കുണ്ടോ? പിള്ളേരുടെ ശാവാടാ. ഒരു ചാൻസ് വേണം എനിക്ക് തരാമോ സാറേ? മൈക്ക് അടപ്പണം. മൈക്ക് അല്ല സാറേ, ഒന്ന് പറ സാറേ ഒന്ന്.